മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, കാർത്തിക, രോഹിണി, മകയിരം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി 18 ബുധനാഴ്ച വളരെ സുപ്രധാനമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ദിവസമാണ്. അതായത് ഈയൊരു ദിവസം ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈയൊരു ദിവസത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ദിനമായാണ് കാണപ്പെടുന്നത്. അതായത് ചില അവിശ്വസനീയമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണപ്പെടും. ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കെ അതിന് വിപരീതമായ ഫലങ്ങൾ ഉണ്ടായവരായിരിക്കും ഒട്ടുമിക്ക ആളുകളും. എപ്പോഴും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ഒന്ന് മുക്തി നേടുവാൻ വേണ്ടി നിങ്ങൾ അനവധി പ്രാവശ്യം ഈശ്വരനെ പ്രാർത്ഥിച്ച വ്യക്തികളായിരിക്കാം. എന്നാൽ ഫെബ്രുവരി 18 തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാർക്കും ഉദാത്ത രാജയോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. മാത്രവുമല്ല, ഉദാത്ത രാജയോഗം സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളത് ഫലപ്രകാരം വളരെയധികം വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഈ ഒരു രാജയോഗം കൊണ്ട് ഈ 8 നക്ഷത്ര ജാതരിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുപ്രധാനമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഫെബ്രുവരി 18 ബുധനാഴ്ച ഉദാദിത്യ രാജയോഗം കൊണ്ട് സിദ്ധിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാർ മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട ചില വ്യക്തികൾക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ദുഃഖങ്ങളും മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒന്നാണ്. കാരണം മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരിൽ പലർക്കും ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ടത് എന്തൊക്കെയോ നഷ്ടപ്പെടുകയും ആഗ്രഹിച്ചത് പലതും കയ്യെത്തും ദൂരത്ത് നിന്ന് നഷ്ടമാവുകയും ചെയ്തവരായിരിക്കും. മാത്രവുമല്ല, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാരായ വ്യക്തികൾക്ക് വളരെ വലിയ രീതിയിലുള്ള കടബാധ്യതകളും കർമ്മമേഖലയിലെ ചില പ്രതിസന്ധികൾ കൊണ്ട് ജീവിതം തന്നെ ഒരു കെട്ടുറപ്പില്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിധത്തിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളല്ലാതെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതേയില്ല. എന്നാൽ അത്തരത്തിൽ പലതരത്തിലുള്ള വിഷമതകൾ കൊണ്ടും എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി 18 ബുധനാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ഉദാദിത്യ രാജയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ തലവര തന്നെ മാറ്റുന്ന ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉദാദിത്യ രാജയോഗം സിദ്ധിക്കുന്നതിനാൽ ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകാൻ പോകുന്നത് വളരെ വലിയ ഒരു മാറ്റം തന്നെയാണ്. അതായത് തൊഴിൽ സംബന്ധമായി എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരുന്നത്, ആ ഒരു പ്രതിസന്ധി നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ കർമ്മമേഖലയിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിൽ ഏതൊക്കെയോ ചിങ്ങം രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്താലും അതിന് പ്രതിഫലമായി ശകാരവാക്കുകൾ മാത്രം കേൾക്കേണ്ട ഒരു അവസ്ഥ കർമ്മമേഖലയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം അനുഭവിച്ച് മടുത്തിരിക്കുന്ന ചില മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ആ ഒരു കർമ്മമേഖലയിൽ നിന്ന് മികച്ച ഒരു തൊഴിൽ സാധ്യത കണ്ടെത്തുവാനും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ഒരു ഭാഗ്യമാണ് ഈ ഉദാദിത്യ രാജയോഗത്താൽ തെളിയുന്നത്. അത്തരത്തിൽ ദുരവസ്ഥകൾ കർമ്മമേഖലയിൽ അനുഭവിച്ചിരുന്നവർ മാത്രമല്ല, സ്വന്തമായി ഒരു ജോലി തേടി അലയുകയും എന്നാൽ ആ ഒരു സ്വപ്നം നേടിയെടുക്കുവാൻ ഇതുവരെ കഴിയാത്ത ചില വ്യക്തികൾ ഇതിലുണ്ട്. അത്തരത്തിൽ ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 18 ബുധനാഴ്ച എന്ന് പറയുന്നത് വളരെയധികം ശുഭകരമായ ഒരു ദിനമാണ്. അതായത് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിലേക്ക് ശുഭവാർത്തകൾ വന്നു ചേരുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി 18 ബുധനാഴ്ച.
ഇനി ഇതിനെല്ലാം പുറമെ ചിങ്ങം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ഫെബ്രുവരി 18-ാം തീയതി വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ധൈര്യത്തോടെ എടുക്കുവാനും ഒപ്പം തന്നെ ചില കാര്യങ്ങൾ ധൈര്യമായി പൂർത്തീകരണത്തിൽ എത്തിക്കുവാനും കഴിയുന്ന ഒരു ദിനമാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അധ്വാനിക്കുന്ന പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായി പുതിയ കടങ്ങൾ വാങ്ങുക എന്നല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല. അങ്ങനെ പുതിയ കടങ്ങൾ വാങ്ങി സമൂഹത്തിൽ തലയുയർത്തി നടക്കാൻ കഴിയാത്ത അവസ്ഥ വരെയുള്ള വ്യക്തികൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. എന്നാൽ അത്തരത്തിലൊരു അവസ്ഥ നേരിടുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ബന്ധപ്പെട്ട വളരെയധികം നല്ല ചില മാറ്റങ്ങളായിരിക്കും ഈ ഉദാദിത്യ രാജയോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. അതായത് മുടങ്ങി നിന്ന, നിങ്ങളുടെ കയ്യിലേക്ക് ഒരിക്കലും എത്തിപ്പെടില്ല എന്ന് കരുതിയിരുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ, ധനപരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ ഈ ഒരു സമയത്ത് എത്തിച്ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ഇതുവഴി നിങ്ങളുടെ വരുമാന മേഖലയിൽ ഒരു വർധനവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ദിനം കൊണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിലുള്ള സാമ്പത്തിക തടസ്സങ്ങൾ എല്ലാം മാറ്റി സ്വസ്ഥമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനും ഈ ഒരു രാജയോഗം കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നു. വിദേശത്തേക്ക് മറ്റും പോകുവാൻ, പഠനത്തിലൂടെ വിദേശത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിക്കാരായ കുട്ടികൾക്കും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട കുട്ടികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ് ഈ ഉദാദിത്യ രാജയോഗം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിചാരിച്ച പോലെ നടക്കുവാനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി അതിൽ കൂടുതൽ മികവ് തെളിയിച്ച് വിജയിക്കുവാനുമുള്ള ഒരു യോഗം കൂടി ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ ഈ ഉദാദിത്യ രാജയോഗം എന്ന് പറയുന്ന ഫെബ്രുവരി 18-ാം തീയതി ബുധനാഴ്ച ശാരീരികമായും ആരോഗ്യപരമായും വളരെയധികം സുഖകരമായ ഒരു അവസ്ഥ തന്നെയായിരിക്കും ചിങ്ങരാശിയിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവുക. ജീവിതത്തിൽ ഇനിയൊരു മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാർക്ക് വരെ മഹാഭാഗ്യം ഉണ്ടാകുന്ന ഒരു യോഗമാണ് ഈ ഒരു യോഗം കൊണ്ട് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തതായി ഈ ഫെബ്രുവരി 18-ാം തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ഉദാദിത്യ രാജയോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന, അത് കാണാൻ സാധിക്കുന്ന ചില രാശിക്കാരിൽ രണ്ടാമത്തെ രാശിക്കാരായിട്ട് വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാരാണ്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കന്നി രാശിക്കാരായ വ്യക്തികൾക്ക് കുറച്ച് കാലങ്ങളായി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് സാമ്പത്തിക പിരിമുറുക്കങ്ങളും അതുപോലെ ശത്രുദോഷം പോലുള്ള ചില അവസ്ഥകളുമാണ്. അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ മുഴുവൻ പേരുമല്ലെങ്കിലും ബഹുഭൂരിപക്ഷം പേരും ആ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ വലിയ മാറ്റങ്ങളായിരിക്കും ഈ ഉദാദിത്യ രാജയോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ഫെബ്രുവരി 18-ാം തീയതി ബുധനാഴ്ച ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാവുകയും ഒപ്പം തന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ വരുമാനത്തെ ഇരട്ടിപ്പിക്കുകയും ഇതിനുള്ള ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു ദിവസം കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ചില പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും എന്നാൽ ആ ഒരു അവസ്ഥയെ, ആ ഒരു ആഗ്രഹത്തെ സാക്ഷാത്കരിക്കാനായിട്ട് ഇതുവരെ സാധിക്കാത്ത കന്യരാശിക്കാർക്ക് ഇത് ഭാഗ്യസമയമാണ്. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ച ആ കാര്യം പൂർത്തീകരണത്തിൽ എത്തിക്കുവാനായി നിങ്ങൾക്ക് ഈ ഒരു യോഗം കൊണ്ട് ഫലം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ഉദാദിത്യ രാജയോഗം എന്ന് പറയുന്നത് കന്യരാശിയിൽ പിറന്ന സ്ത്രീകൾക്ക് വളരെയധികം ഭാഗ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് മറ്റാരോടും തുറന്നു പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചില ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുകയും സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് ഒരു കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുവാൻ ഉള്ള ഒരു സാഹചര്യമില്ലാത്ത ഏതൊക്കെയോ പ്രതിസന്ധികളിൽപ്പെട്ട് വളരെയധികം വിഷമിക്കുകയും ചെയ്യുന്ന ചില ഉത്രം, അത്തം, ചിത്തിര എന്നിങ്ങനെയുള്ള നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ തലവര മാറുന്ന സമയം തന്നെയാണ്.
മാത്രമല്ല കാലങ്ങളായി നിങ്ങൾ പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ചില സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാനും കഴിയുന്ന ഒരു ഭാഗ്യമാണ് ഈ യോഗത്തിലൂടെ കാണുന്നത്. ഒപ്പം തന്നെ കന്നിരാശിയിൽ പിറന്ന സ്ത്രീകൾ ഭാര്യമാരായി നിൽക്കുന്ന ഭർത്താക്കന്മാർക്കും ഭാര്യമാരുടെ ഈ ഒരു യോഗം കൊണ്ട് വളരെയധികം ഉന്നമനത്തിലെത്താൻ സഹായകരമാകുന്ന ഒരു ദിനം കൂടിയാണ് ഇത്. ഈ ഒരു ദിവസം കന്നിരാശിക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജങ്ങളെല്ലാം തടഞ്ഞു നിർത്തപ്പെടുകയും പോസിറ്റീവായ ഊർജം നിലനിൽക്കുകയും അതുവഴി സൗഭാഗ്യങ്ങളും മഹാഭാഗ്യങ്ങളും ഉണ്ടാകുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്തിൽ വളരെയധികം ആരോഗ്യകരമായി ഗുണകരമായ അവസ്ഥ നിലനിൽക്കുകയും ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കുന്നതിനും പറ്റിയ ഒരു യോഗം തന്നെയാണ് ഈ ഒരു യോഗം. ഇനി മൂന്നാമതായി ഈ ഫെബ്രുവരി 18-ാം തീയതി ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ഉദാദിത്യ രാജയോഗം കൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന രാശിക്കാരായി വരാൻ പോകുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇടവം രാശിക്കാരെ പറ്റി പറയുവാനാണെങ്കിൽ പലരുടെയും ജീവിതം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് എന്ന് തന്നെയാണ്. അതായത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം സമാധാനവും സന്തോഷവും സുഖകരവുമായ ജീവിതത്തിൽ അനുഭവങ്ങൾ വരുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളും ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാട് പെടുകയാണ്. അതിൽ തന്നെ ജീവിതത്തിൽ എന്താണ് പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കാരണമായി പറയുവാൻ കഴിയില്ല എന്ന് തന്നെയുള്ള ഒരവസ്ഥയാണ് പലരുടെയും. കാരണം അത്രയ്ക്ക് വലിയ രീതിയിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എടുത്തു പറയുമ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കാണുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരിൽ 100-ൽ 95% ആളുകളുടെയും പ്രതിസന്ധി എന്ന് പറയുന്നത് കടബാധ്യതയും കുടുംബജീവിതത്തിലെ ചില പ്രതിസന്ധികളുമാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷവും സമാധാനവും വേണ്ടത് സ്വന്തം വീട്ടിലാണ്. എന്നാൽ അത്തരത്തിൽ ഒരു സമാധാനമുള്ള അന്തരീക്ഷം വീട്ടിൽ ഇല്ലാത്തതിനാൽ വളരെയധികം മനസ്സ് നിറഞ്ഞിരിക്കുന്ന ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എപ്പോഴും കുടുംബത്തിൽ സമാധാനക്കേടുകളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നു എന്നതിന് പുറമെ തന്നെ കടബാധ്യതകളും നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇനി മറ്റ് ചില ഇടവം രാശിക്കാർക്കാണെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിലും സാമ്പത്തികം മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. എങ്ങനെയെങ്കിലും കടബാധ്യതകളിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുള്ള ചിലരായിരിക്കും അക്കൂട്ടർ. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 18-ാം തീയതി ബുധനാഴ്ച ഭാഗ്യ ദിവസമാണ്. അതായത് ഈ ഒരു രാജയോഗം പോസിറ്റീവായി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഇടവം രാശിക്കാർക്ക് വന്നു ചേരുകയും ഒപ്പം തന്നെ പണം മുടക്കി നിങ്ങൾ ആ ദിവസം ചെയ്യുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങളെ വളരെ വലിയ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇനി ഇതിൽ തന്നെ ഇടവം രാശിയിലുള്ള ചില വ്യക്തികളുടെ വീട്ടിലേക്ക് ആവശ്യമായ ചില വസ്തുക്കൾ പണം മുടക്കി തന്നെ വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട്. അതായത് വാങ്ങണമെന്ന ആഗ്രഹമുണ്ടായിട്ടും പണമില്ല എന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കാതിരുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിങ്ങളിൽ നിന്ന് കടം വാങ്ങിയിരുന്ന ചില വ്യക്തികൾ അത് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ആ ഒരു കടം നിങ്ങൾക്ക് തിരിച്ചു തരുന്നതും ഈ ഒരു യോഗത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സമാധാനക്കേട് ഇല്ലാതാവുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുവാൻ പോകുന്ന സമയമായിരിക്കും ഈ ഉദാദിത്യ രാജയോഗത്താൽ വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാർക്കും ഈ ഫെബ്രുവരി 18 ബുധനാഴ്ച എന്ന് പറയുന്നത് ദൗർഭാഗ്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അകലുകയും വളരെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിൽ തുടങ്ങുകയും ചെയ്യുന്ന ദിവസമായിരിക്കും. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.